ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ദൗത്യം അവസാനിച്ചിട്ടില്ല, താൽക്കാലികമായി നിർത്തിയിട്ടേ ഉള്ളൂ എന്നാണ് പ്രതിരോധ മന്ത്രിയുടെ പ്രതികരണം. और मैं स्पष्ट करना चाहूंगा, ऑपरेशन सिंदूर अभी समाप्त नहीं हुआ है. ऑपरेशन सिंदूर स्थगित है. यह संदेश भी मैं अपने पड़ोसी देश को देना चाहता हूं. आप सब में से कई सैनिक ऐसे होंगे जिन्होंने इस ऑपरेशन में डायरेक्ट या इनडायरेक्ट, कई सैनिकों से अभी अभी मैं मिला भी हूं, किसी न किसी रूप में आपने भाग लिया होगा. അജീഷ് ശേഖുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അജീഷ് ശേഖുമാർ, ഈ ഇന്ത്യയോട് വെടിനിർത്തൽ അഭ്യർത്ഥിച്ചിരുന്നു എന്ന് പാക് ഉപപ്രധാനമന്ത്രി അടക്കം ഇപ്പോൾ സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. നേരത്തെ തന്നെ പ്രതിരോധ മന്ത്രി ഇത് വ്യക്തമാക്കിയതാണ്, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, അത് താൽക്കാലികമായി നമ്മൾ നിർത്തിയെന്നേ ഉള്ളൂ. ഏത് സാഹചര്യത്തിലും വീണ്ടും ഈ ഓപ്പറേഷൻ സിന്ദൂർ പുനരാരംഭിക്കും എന്നുള്ള കാര്യം ഇന്ത്യ വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ വീണ്ടും അത് അദ്ദേഹം ആവർത്തിക്കുന്നു. വിശദാംശങ്ങൾ അജീഷ്. റീജിത്ത്, ഇപ്പോൾ ജമ്മു കശ്മീരിലെ ഉദ്ധംപൂരിലുള്ള ഒരു സൈനിക കേന്ദ്രത്തിലായിരുന്നു പ്രതിരോധ മന്ത്രിയുടെ ഈ പ്രതികരണം. യോഗാ ദിനവുമായി ബന്ധപ്പെട്ട് സൈനികരെ കാണാനെത്തിയതായിരുന്നു അദ്ദേഹം. അപ്പോഴാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചത്. അതായത് ഭീകര ക്യാമ്പുകൾ അത് തകർക്കുകയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മൾ ലക്ഷ്യമിട്ടത്. അത് സൈനിക ശക്തിയിലൂടെ നമുക്ക് നേടാനായി. മാത്രമല്ല, അതൊരു വെറുമൊരു ഓപ്പറേഷൻ സിന്ദൂർ വെറുമൊരു സൈനിക നടപടി മാത്രമായിരുന്നില്ല, പക്ഷേ അതിർത്തിക്കപ്പുറത്തുള്ള ഭീകര ക്യാമ്പുകൾ അതിനെ തകർക്കുക, കൂടാതെ അതിനെതിരെയുള്ള മറുപടി ശക്തമായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു താക്കീത് കൂടിയാണ്, ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഓപ്പറേഷൻ സിന്ദൂർ ഇതുവരെ അവസാനിച്ചിട്ടില്ല, അത് താൽക്കാലികമായി മാത്രമാണ് നിർത്തിയത്. ഇത് പാകിസ്ഥാനുള്ളൊരു സന്ദേശം കൂടിയാണെന്നാണ് അദ്ദേഹം ഉദ്ധംപൂരിൽ സൈനികരോട് സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയത്. ശരി, അജീഷ് ശേഖുമാർ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.